ഹലോ ഗായ്സ്, ഇന്ന് വോയിസ് ഓർക്കുമ്പോൾ വലിയ സന്തോഷമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇന്നാണ് കണ്ണൂരേക്ക് തിരിച്ചു പോകുന്നത്. റീസൺ വേറെ ഒന്നും അല്ല, നമ്മൾ ഇവിടെ അടിച്ചുപൊളി കഴിഞ്ഞ് നമ്മൾ നാട്ടിലോട്ട് പോവാണ്. മിന്നൂസിനാണെങ്കിൽ കുറച്ച് ഹോംവർക്സ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ അത് ആവശ്യം പറഞ്ഞു കൊടുക്കുക. ഉമ്മയാണെങ്കിൽ കുറച്ച് ഡ്രസ്സൊക്കെ ടെറസിന്റെ മുകളിൽ ഉണങ്ങാട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ എടുത്തു. പിന്നെ ഈ കറിവേപ്പില ഉമ്മ പറിക്കുന്നത് നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനാണ്. നമ്മളാണെങ്കിൽ വൈകുന്നേരത്തെ ട്രെയിനാട്ടോ പോകുന്നത്. അപ്പൊ രാത്രിയാവും നാട്ടിലെത്താൻ വേണ്ടി. അതുകൊണ്ട് തന്നെ ഇതാ ഉമ്മ ഇപ്പൊ രാത്രിക്കുള്ള ഫുഡാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കരുതി എഗ് റോസ്റ്റും പിന്നെ അതുപോലെ തന്നെ ദോശയും കൂടെ ഉണ്ടാക്കാൻ. നമ്മൾ എപ്പോഴും ഇങ്ങനെ വൈകുന്നേരം ട്രെയിനിൽ പോകുമ്പോഴും പുറത്തുനിന്ന് ഫുഡ് വാങ്ങിക്കാറില്ല കേട്ടോ. ഉമ്മയാണ് വീട്ടിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാറ്. അങ്ങനത്തെ ഇവിടെ ദോശയും എഗ് റോസ്റ്റും എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഒരുപാട് നേരം ട്രെയിനിൽ ഇരിക്കുന്നതുകൊണ്ട് തന്നെ ഉമ്മ കുറച്ച് സ്നാക്സ് ഒക്കെ കരുതിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ ഉമ്മ ഈ ഒരു കോണും കൂടെ സ്റ്റീം ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേഗം തന്നെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ കേട്ടോ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഫുൾ ഒരു ധൃതിയായിരുന്നു. അങ്ങനെ സമയമില്ലാത്തതുകൊണ്ടല്ല, ഒരു ടെൻഷനായിരുന്നു. അങ്ങനത്തെ ഉമ്മ നമുക്ക് കൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇതാ വേഗം തന്നെ നമുക്ക് കൊണ്ടുപോകേണ്ട സ്നാക്സും പിന്നെ അതുപോലെ തന്നെ കഴിക്കേണ്ട ഐറ്റംസ് ഒക്കെ കൂടെ ഒരു കിറ്റ് ആക്കുകയാണ്. പിന്നെ ഇത് അങ്ങനെ എല്ലാവരും കൂടെ റെഡിയായി. ഞാനും മിന്നൂസും എല്ലാവരും കൂടെ റെഡി ആയിട്ടോ. ആയിഷു നമ്മളെ കൂടെ നാട്ടിലേക്ക് വരുന്നില്ല. ആയിഷുവിനെ നമ്മൾ പോകുന്ന വഴിയിൽ വീട്ടിലാക്കുകയാണ് ചെയ്തത്. പിന്നെ ഗൈസ്, മമ്മി നമ്മുടെ കൂടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. നമ്മൾ മമ്മീനെയും കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പൊ നമ്മൾ കൊച്ചിയിലെ സുഖവാസമൊക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.